നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെയാണ് കളി. FC ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ക്യാമ്പ് നൗവിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ്. ആദ്യ പാദത്തിൽ മെട്രോപൊളിറ്റനോയിൽ ഏകപക്ഷീയമായ 4 ഗോളുകളുടെ വിജയമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് നേടിയിരിക്കുന്നത്. ഒരു തിരിച്ചുവരവ് ബാഴ്സയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ ഹാട്രിക്ക് നേടിയ ശേഷം ആരാധകർക്ക് നൽകാനുള്ള സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ ലാമിനെ യമാൽ പറഞ്ഞത് തിരികെ വരും, നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്താൻ പറ്റുമെന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നു. അതിൽ അദ്ദേഹം കുറിച്ചത് 1% ചാൻസ് ആൻഡ് 99% ഫെയ്ത്ത് എന്നാണ്. അതായത് ലാമിനെ യമാലിൻ്റെ പോസ്റ്റ്. മുമ്പ് ഇതുപോലൊരു പോസ്റ്റ് ഇട്ട ഒരാളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സാക്ഷാൽ നെയ്മർ ജൂനിയർ ഇതുപോലെ വലിയ മാർജിനിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG ആദ്യ പാദത്തിൽ പൊട്ടിയ FC ബാഴ്സലോണ രണ്ടാം പാദത്തിൽ ക്യാമ്പ് നൗവിൽ മാസ്മരികമായി തിരികെ വന്നപ്പോൾ അന്ന് നെയ്മർ ജൂനിയർ നടത്തിയ മാസ്മരിക പ്രകടനം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ആ നെയ്മറുടെ കട്ട ആരാധകനായ ലാമിനെ യമാൽ ഇതാ പോസ്റ്റ് ഇടുന്നു. 1% ചാൻസ് ആൻഡ് 99% ഫെയ്ത്ത്. ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹൻസി ഫ്ലിക്കിനോട് ലാമിനെ യമാലിൻ്റെ പോസ്റ്റിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു. ഫ്ലിക്കിൻ്റെ മറുപടി, ഞങ്ങൾക്ക് എല്ലാവരെയും വേണം, ലാമിനെ മാത്രമല്ല എല്ലാവരെയും വേണം തിരികെ വരാൻ. ലാമിൻ്റെ ആവേശം മാത്രം പോരാ, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് ഹൻസി ഫ്ലിക്ക് പറയുന്നത്. ഏതായാലും നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30 ക്യാമ്പ് നൗവിൽ മത്സരം എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 കളി. ഫ്ലിക്കിനോട് വീണ്ടും ചോദിക്കുന്നു, റൊണാൾഡോ അറൗഹോ കളിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണോ? മറുപടി, യെസ് ഓഫ് കോഴ്സ്, വൈ നോട്ട്. ഞങ്ങൾക്ക് ഒരു യങ് ടീമാണ്, നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അറൗഹോയെ ഇറക്കണമോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത് സ്റ്റാർട്ടിംഗ് ലൈനപ്പ് റൈറ്റ് നൗ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളോടിപ്പോൾ അത് പറയാൻ പറ്റില്ല. എനിക്കറിയാം എന്തൊക്കെ സ്ട്രെങ്ത്താണ് അറൗഹോക്കുള്ളതെന്നും അദ്ദേഹം സ്ക്വാഡിലേക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരുന്നതെന്നും. എന്തായാലും എനിക്ക് അദ്ദേഹത്തെ കളിപ്പിക്കണോ വേണ്ട ആ കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. പിന്നെ ആരാധകരുടെ സപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഫോർ എക്സാമ്പിൾ, ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ നമ്മൾ 4-0 വിജയിച്ചു. നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഫാന്റാസ്റ്റിക് ആയിട്ടന്ന് ടീം കളിച്ചു. ഇപ്പോൾ ഇവിടെയും നമുക്കെതിരെ നന്നായിട്ട് പോരാടാൻ പറ്റുന്ന ടീമിനെതിരെയാണ് കളിക്കാനുള്ളത്. പക്ഷേ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം നമുക്ക് പോസിബിൾ ആക്കണം. ഏതായാലും അവസാനം വരെ ഞങ്ങൾ പരാജയം സമ്മതിക്കാൻ പോകുന്നില്ല. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് എ ക്ലീൻ ഷീറ്റ് ആസ് വെൽ എന്നുകൂടി അദ്ദേഹം പറയുന്നു. വല്ലാത്തൊരു പോരാട്ടം നടത്തിയെങ്കിൽ മാത്രമേ ഈ 4 ഗോളിൻ്റെ കടവും വീട്ടിയിട്ട് പിന്നെ ബാഴ്സലോണയ്ക്ക് വിജയിച്ച് കയറാൻ പറ്റൂ. വലിയ ആത്മവിശ്വാസം ഹൻസി ഫ്ലിക്കും അതുപോലെ ലാമിനെ യമാലും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? നാളെ കളിക്കളത്തിൽ കാത്തിരിക്കാം. അതെ, ആ വാക്കുകൾ 1% ആണ് സാധ്യതയുള്ളത്. ഒരേ 1% സാധ്യത. പക്ഷേ 99% വിശ്വാസവുമായിട്ട് ആരാധകരും കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.